വാൽപ്പാറ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും നഷ്ടപരിഹാരം ഉൾപ്പെടെ പ്രഖ്യാപിക്കപ്പെടാത്തൊരു സാഹചര്യത്തിൽ ഇവിടെയുള്ള ആക്ഷൻ കമ്മിറ്റി സർവകക്ഷി യോഗം ഉൾപ്പെടെ ചേർന്നതിന് ശേഷമാണ് ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. സ്ഥലം MLA കൂടിയായിട്ടുള്ള ശ്രീ മഞ്ഞളാംകുഴി ആലി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതായത് ആദ്യഘട്ടം മുതൽ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം എന്നുള്ളത് തന്നെയാണ്. ഇതുവരെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലല്ലേ? അത് ചർച്ച ചെയ്തു. നഷ്ടപരിഹാരം മാത്രമല്ല, ആസ്പത്രിയിലുള്ള ആൾക്കാരുടെ ട്രീറ്റ്മെൻറ്റിന് ഇതിലൊക്കെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളാണ്. അവർ ട്രീറ്റ്മെൻറ്റിന് പോലും ഇതുവരെ ഒരു ഫണ്ട് പാസ്സാക്കി തന്നിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ജനങ്ങൾ ആണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ സംഖ്യയാണ് ഇപ്പം ഗംഗയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആസ്പത്രികളിലും തിരക്കേടില്ലാത്ത ഫീസുകൾ വരുന്നുണ്ട്. ഞങ്ങൾ ജനങ്ങളാണ് ഇപ്പോൾ അത് കൈകാര്യം എടുത്ത് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് ഇതുവരെയും ഒരു സഹായം ലഭിച്ചിട്ടില്ല. തരാമെന്ന് പറഞ്ഞിട്ട് പോലുമില്ല. കൃത്യമായിട്ട് നോക്കുന്നുണ്ടെന്നല്ലാതെ ഒരു കൃത്യമായിട്ട് സംഖ്യ തരാമെന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരമാവധി. യോഗത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? ഞങ്ങൾ ആവശ്യം പ്രധാനമായിട്ടും സർക്കാർ തന്നെ ഇവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണം. കൃത്യമായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകണം. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലുള്ളൊരു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സർക്കാരുകളും മുൻകാലങ്ങളിലൊക്കെ ട്രീറ്റ്മെൻറ്റിനൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ ഒരാഴ്ചയായിട്ടും ഒന്നും നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും പെട്ടെന്ന് തന്നെ തരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത്. പിന്നെ ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. അവർ സർക്കാർ ജോലിക്കാരല്ല. അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നൊരു സ്ത്രീ, അവർക്ക് ലോണുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർക്ക് വീടില്ല, അതിന് വീട് വെക്കണം. അങ്ങനെയുള്ള പല ആൾക്കാരും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി തരാമെന്നുള്ളത്. അപ്പോൾ അത് ഒന്ന് ലൈസൻസ് നടത്തിയിട്ട് കൃത്യമായിട്ട് എല്ലാവരോടും സംസാരിച്ച് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് തീരുമാനിക്കാനുള്ളൊരു കമ്മിറ്റിയാണ് ഇപ്പോൾ രൂപീകരിച്ചത്. പ്രശ്നം പറഞ്ഞിരുന്നു കുട്ടികളെ സംബന്ധിച്ച് അധ്യാപകരില്ലാത്ത, അത് താൽക്കാലികമായെങ്കിൽ പരിഹരിച്ചു തോന്നുന്നു. അതാണ് ഇപ്പം നമുക്ക് പരിഹരിച്ച ഒരു കാര്യം. അധ്യാപകർ പുതുതായിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. അതാണ് സർവകക്ഷി യോഗത്തിലൂടെ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ ഒരു പരിഹാരം വേണമെന്നുള്ളതാണ് മഞ്ഞളാംകുഴി ആലി ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂപൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, റിപ്പോർട്ടർ മലപ്പുറം.